വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് ബി.ജെ.പി വെച്ചുപുലർത്തുന്നത്. കഴിഞ്ഞ കുറച്ചു തവണകളായി തിരുവനന്തപുരത്ത് ബി.ജെ.പി വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലും ഇത്തവണ പാർട്ടി വിജയം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനുള്ള കളികൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. അപ്പോഴും അതിന് തടയിടാൻ ഭരണപ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ ഇത്തവണയും ബി.ജെ.പി നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള 20 സീറ്റുകളും LDFും UDFും അടങ്ങുന്ന ഇന്ത്യ സഖ്യം നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. എന്നാൽ LDF, UDF കക്ഷികൾ എത്ര സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ 19 സീറ്റുകളായിരുന്നു നേടിയത്. ആലപ്പുഴയിൽ മാത്രം LDFും വിജയിച്ചു. കഴിഞ്ഞ തവണ LDFും UDFും കൂടി 83% വോട്ടായിരുന്നു നേടിയത്. എന്നാൽ ഇത്തവണ അത് നേരിയ തോതിൽ ഇടിയും. ഇന്ത്യ ബ്ലോക്കിന് 78% വോട്ട് വിഹിതമായിരിക്കും നേടാനാകുകയെന്നാണ് സർവേ പറയുന്നത്. മറുവശത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഇത്തവണ നേരിയ തോതിൽ ഉയരാൻ സാധ്യതയുണ്ട്. 2019 15% വോട്ടായിരുന്നു കേരളത്തിൽ അവർക്ക് ആകെ ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 17% സർവേ പറയുന്നത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി 35,801 പേരെ സാമ്പിളായി എടുത്താണ് മൂഡ് ഓഫ് ദി നേഷൻ ഇത്തവണ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. 2023 ഡിസംബർ 15-നും 2024 ജനുവരി 28-നും ഇടയിലായിരുന്നു സർവേ ഏജൻസി ജനങ്ങളുടെ അഭിപ്രായം തേടിയത്. അതേസമയം ഈ സർവേ പ്രകാരം കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 24ലും ബി.ജെ.പി നേതൃത്വത്തിലുള്ള NDA വിജയിക്കും. കോൺഗ്രസിന് 4 സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ കേരളത്തിലേതുപോലെ തമിഴ്നാട്ടിലും ബി.ജെ.പിക്ക് ഇത്തവണ സീറ്റൊന്നും ലഭിക്കില്ല. DMK നയിക്കുന്ന ഇന്ത്യ സഖ്യം 39-ൽ 39 സീറ്റും നേടുമെന്നും സർവേ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സഖ്യത്തിന് 47% വോട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് 38% വോട്ടും ലഭിക്കുമ്പോൾ NDA 15% വോട്ട് മാത്രമേ നേടൂ. അതേസമയം തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളും ബി.ജെ.പി തൂത്തുവാരുമെന്ന് പറയുകയാണ് ടൈംസ് നൗ മാട്രിക്സ് അഭിപ്രായ സർവേ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ NDAക്ക് 366 സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്ന് സർവേ പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 104 സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. കോൺഗ്രസ് 73 സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നു. NDAക്ക് 41.8% വോട്ടുകൾ ലഭിക്കുമെന്നും ഇന്ത്യ ബ്ലോക്കിന് 28.6% വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം. മറ്റു പാർട്ടികൾക്ക് 29.6% ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2019 NDAക്ക് 353 സീറ്റുകളായിരുന്നു ലഭിച്ചത്. ബി.ജെ.പിക്ക് മാത്രം 37.76% വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു. അതേസമയം കോൺഗ്രസിന് ലഭിച്ചത് 52 സീറ്റുകളായിരുന്നു. കോൺഗ്രസ് നയിക്കുന്ന UPA സഖ്യത്തിന് 91 സീറ്റുകളും. ഇത്തവണയും കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനങ്ങളിൽ സർവേ പ്രവചിക്കുന്നത്.